നാരായണ നാരായണ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. മനസ്സിന്റെ സന്തോഷ തിരമാലകളെ അടിക്കുന്നതായിട്ടുള്ള ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്ര എത്ര വർണ്ണിച്ചാലും നിത്യം അല്ലെ, സ്വാദു സ്വാദു പദേ പദേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ പദങ്ങളെയും എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ വീണ്ടും വീണ്ടും സ്വാദുണ്ടോ എന്ന് സംശയം തോന്നുക. എത്ര പറഞ്ഞാലും മതിയാകാത്തതായിട്ടുള്ള കൃഷ്ണലീലകൾ. നമ്മളാ വൃന്ദാവനത്തിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല അല്ലെ. ഇപ്പം വേണുഗാനം തന്നെ നമ്മൾ എത്ര ദിവസമായി, ഒരാവശ്യവും എങ്കിലോ അതാണ് കണ്ണന്റെ ലീലകളുടെ മഹാത്മ്യം. അതാണ് കൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് ഓരോരുത്തരോടും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണനായിക്കൊണ്ട് ഗോലോകത്തിൽ നിന്ന് വന്ന കൃഷ്ണനാണ് അല്ലേ. സാക്ഷാൽ ഗോലോകത്ത് രാധാറാണിയോടുകൂടി ഇരുന്ന കൃഷ്ണൻ അവിടുന്ന് പോരുമ്പം കൃഷ്ണൻ എല്ലാവരോടും ഓരോരോ രീതിയിൽ എന്നെ അവതാര സമയത്ത് അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണിയുടെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് യഥാർത്ഥത്തില് അല്ലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് പോലും അവിടുന്ന് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. കൃഷ്ണൻ ഗോകുലത്തിൽ നിന്ന് പോരുമ്പോ രാധാറാണി ചോദിച്ചു എന്നാ പറയാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക? അല്ല രാധ, എനിക്ക് ഭൂമിയിൽ ചെന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു 125 വർഷം ഇത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് പോരും എന്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ പോന്നോളൂ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ പറഞ്ഞു, രാധ പറഞ്ഞു, ഞാനും വരുന്നുണ്ട്. ഞാൻ വരികയാണെങ്കിൽ എനിക്ക് ഇതൊന്നും പോരാ. എന്ത് വേണം? എനിക്ക് വൃന്ദാവനം വേണം, എനിക്ക് യമുന വേണം, എനിക്ക് കാളിന്തിയില് കുളിക്കണം, അതുപോലെ തന്നെ അവിടെ ഓടക്കുഴൽ ഉണ്ടാവണം, മയിലുകൾ ഉണ്ടാവണം, അവിടെ ഭക്തി ഉണ്ടാവണം. ഇങ്ങനെയുള്ളിടത്തൊക്കെ ഞാൻ വന്നിരിക്കുകയുള്ളൂ. ഓ ആയിക്കോട്ടെ പോരൂ എന്നുള്ള രീതിയിൽ ആ രാധാറാണിയോടുകൂടി പോന്നതായിട്ടുള്ള ആ ഭഗവാൻ. എന്നിട്ടോ അതിന് പറ്റിയതായിട്ടുള്ള ഒരു സ്ഥലം വൃന്ദാവനം ചമച്ചെടുക്കുകയും ആ വൃന്ദാവനത്തില് വൃഷാഭാനുവിന്റെയും കീർത്തിയുടെയും പുത്രിയായിക്കൊണ്ട് രാധാറാണിയുടെ ജനനം. അങ്ങനെയുള്ള ആ രാധാറാണിയെ ഇന്നും വ്രജവാസികള് ഭഗവതിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ണനെ കാണുന്നത് എങ്ങനെയാണ്? കൂട്ടുകാരനായിട്ടും സ്വന്തമായിട്ടുമാണ്. അവിടെ ദേവസ്ഥാനം കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? രാധാറാണിക്കാണ്. കണ്ണനും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരും അല്ലേ അവിടുന്ന് പറയുന്നുണ്ട്, ഭഗവാന്റെ അവതാരത്തിന് ഞങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട്. മഹാദേവൻ പറഞ്ഞു, എന്ത് ചെയ്തു? മഹാദേവൻ പറഞ്ഞു, ഞാന് അങ്ങയുടെ ആ കയ്യിൽ എപ്പോഴും ഇരിക്കുന്ന ഓടക്കുഴലായിട്ട് ഞാൻ ഇരുന്നോളാം എന്നും മഹാദേവൻ. പാർവതീദേവി പറഞ്ഞു, അങ്ങനെയാണ് ഇപ്പൊ ഞാനെപ്പോഴാ ഇനി അവിടെ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാദത്തിൽ ഇരുന്നോളാം. അങ്ങ് മോളിൽ ഇരുന്നോളൂ, ഞാൻ പാദത്തിൽ ഇരുന്നോളാം. പാദത്തിലെ നൂപുരങ്ങളായിട്ട് വന്നത് പാർവതി ദേവിയാണെന്നാ പറയുക. അപ്പൊ മഹാദേവൻ ചോദിച്ചു, അല്ല പാർവതി, നീ ഇങ്ങനെ നൂപുരങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭഗവാന് അല്ലെ വയസ്സ് വലുതായി വരുമ്പോ പിന്നെ പാകമല്ലാതെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതൊക്കെ ഏതെങ്കിലുമൊക്കെ കടകളിൽ കൊടുത്ത് നിന്നെ ഉരുക്കി നാശാക്കും. പിന്നെ നിനക്ക് കണ്ണന്റെ അടുത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ ചോദിച്ചു, ഈ കണ്ണൻ വലുതാകുന്ന പോലെ തന്നെ ഞാനും വലുതാകുകയല്ലേ എന്ന് ചോദിച്ചു എന്നാ പറയാ പാർവതി ദേവി. അപ്പൊ കണ്ണൻ വലുതാകുന്നതിനനുസരിച്ച് ഞാനും അല്ലെ ആ നൂപുരങ്ങൾ വലുതായി കണ്ണന് പാകത്തിനായിക്കോളാം. ഇങ്ങനെ ഓരോരുത്തരും ഇതാ. പിന്നെയാണ് മഹാബലിയുടെ അല്ലെ ആ പുത്രിയായിട്ടുള്ള രത്നമാല പറഞ്ഞു, എനിക്ക് ഭഗവാന് വിഷം കൊടുത്ത് എനിക്ക് സന്തോഷിപ്പിക്കണം. ബ്രഹ്മാവ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എവിടെയാന്നാ പറയുക. ബ്രഹ്മാവ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഈ വിഷം കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ പിന്നീട് പൂതനെ ആയിക്കൊണ്ട് രത്നമാല അവളെ അവതരിച്ചു. ഇങ്ങനെ ഓരോരുത്തരും ആ കൃഷ്ണ അവതാര സമയത്ത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലെ എല്ലാ കലകളോടുകൂടി വന്നതായിട്ടുള്ള കൃഷ്ണന്റെ
കൂടെ നിൽക്കുവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരോ വേഷങ്ങളെ അവിടുന്ന് സ്വീകരിച്ചു എന്നാണ് പറയുക. പ്രപഞ്ചം തന്നെയാണ് ഗോപിക. ഗോപികൾ എന്ന് പറയുന്ന ആരാണ് ശരിക്കും യഥാർത്ഥത്തില്? ഈ പ്രപഞ്ചമാണ് ഗോപിക എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചമാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് വേണുഗാനം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം, അല്ലേ? നമ്മള് ഇപ്പോ ഓരോരോ സംഘങ്ങളായിക്കൊണ്ട് ഗോപികമാര് വന്ന് ഭഗവാന്റെ ആ വേണുഗാനത്തെ കുറിച്ച് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, അല്ലെ, നദികൾ എന്താണ്? നദികൾ വന്നിങ്ങനെ നേരെ ഒഴുകുന്നതിന് പകരം അടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഭഗവാന്റെ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, ഭഗവാന്റെ വേണുഗാനം കേട്ടതോടുകൂടി അവിടെ തന്നെ അങ്ങോട്ട് വട്ടം ചുറ്റാൻ തുടങ്ങി. അങ്ങനെ നദി വട്ടം ചുറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും തിരമാലകളൊക്കെ കരയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇങ്ങനെയായപ്പോ എന്ത് ചെയ്തു? ഇങ്ങനെ ഈ ചുഴി ഉണ്ടായി വന്ന സമയത്ത് താമര മൊട്ടുകളൊക്കെ മുകളിലോട്ട് പൊങ്ങി. താമര പൂക്കള് എന്ത് ചെയ്തു? നേരെ താമര മൊട്ടുകളെല്ലാം കൂടി ആ ഭഗവാന്റെ പാദങ്ങളിൽ ചെന്നങ്ങോട്ട് അഭയം പ്രാപിച്ചു. നമ്മളൊക്കെ നമസ്കരിക്കുമ്പം, അല്ലെ, കൈ അങ്ങോട്ട് കൂപ്പി വെച്ചുകൊണ്ട് ആ കാൽക്കലേക്ക് അങ്ങോട്ട് വെക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കാളിന്തിയുടെ ഒരു നമസ്കാരം, യമുനയുടെ ഒരു നമസ്കാരമായിരുന്നു, അല്ലെ? പാദയുഗളം കമലോപഹാരേ. പിന്നീട് അതിനുശേഷം അവിടുന്ന് ആ മേഘങ്ങള്, അല്ലെ, ഭഗവാനെ വെയിൽ കൊള്ളാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് രക്ഷിക്കുന്നതായിട്ടുള്ള രീതി, അവിടെ വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. 17-ാമത്തെ ശ്ലോകം നോക്കാം. ഇനി 20 വരെ തീരുകയാണ്. 3 ശ്ലോകം കൂടെ നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഓടിച്ച് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അത്രയുണ്ട് പ്രാധാന്യമാണ് വേണുഗാനം എന്ന് പറഞ്ഞാല്. ദശമസ്കന്ധം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുഖമാണെങ്കിൽ, വേണുഗാനം എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് നിന്നും വരുന്നതായിട്ടുള്ള അമൃതമാണ് ശരിക്കും, അല്ലെ? പൂർണ്ണാപുളിന്ത്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീ കുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സുരരുചതൃണരൂഷിതേന ലിംബന്ത്യ ആനനകുചേഷു ജഹുസ്തദാധിം. വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള വേടസ്ത്രീകള് എന്ന് പറഞ്ഞാലോ സാധാരണ സ്ത്രീകള്. അപ്പൊ ഗോപികൾ വിചാരിച്ചിരിക്കുന്ന ഞങ്ങളാണ് ഏറ്റവും കേമം, അല്ലെ? കണ്ണനെ എപ്പോഴും കാണാനും കണ്ണന്റെ കൂടെ നിൽക്കാനും. എന്നാൽ ഇവർക്ക് അടുത്ത് കിട്ടുന്നുണ്ടോ? ഇല്ലതാനും. എന്നിട്ട് പരാധീനകൾ മാത്രം. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഈ കണ്ണന്റെ അടുത്ത് നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്തവരാണോ ഈ വേടസ്ത്രീകള് എന്ന് അവർക്കൊന്ന് തോന്നിപ്പോവുക. നോക്കിയൊക്കെ വേടസ്ത്രീകള് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുല്ലിലൊക്കെ ചുവന്ന് കിടക്കുന്നതായിട്ടുള്ള കുങ്കുമ പൂക്കളെ കാണാൻ സാധിക്കുന്നു. ഇവർക്ക് എപ്പോഴും കിട്ടും. ആർക്ക്? ഗോപികമാർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ വന്ന് വിടും. എന്താ ഈ സ്ഥാനങ്ങളിൽ വന്ന് വിടുമെന്ന് പറയാൻ കാരണം, കണ്ണനെ എടുക്കുമ്പം, അല്ലെ, നമുക്കറിയാം ഗോപികമാര് ഗോവർദ്ധനോദ്ധാരണം ചെയ്യുമ്പോഴും പിന്നെയോ അതുപോലെ തന്നെ രാസക്രീഡ നടക്കുന്നത് 9 വയസ്സിലാണെങ്കിൽ, അല്ലെ, അതിനു മുമ്പുള്ള ആ ബാലലീലകളിലൊക്കെ കണ്ണനെ എടുക്കുമ്പോ നമ്മള് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുകയല്ലേ. അപ്പൊ കുട്ടികളെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നേരെ താഴത്തോടെ ഈ നെഞ്ചത്തേക്ക് അങ്ങോട്ട് വെക്കും, അല്ലെ? നെഞ്ചത്തോടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ആ ഭഗവാന്റെ ചുവന്ന് തൊടുത്തതായിട്ടുള്ള ആ, അല്ലെ, പാദങ്ങള് തന്റെ മാർവിടങ്ങളിലേക്ക് വന്ന് വിടുമ്പോഴേക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ആ പാദരേണുക്കളിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള കുങ്കുമപ്പൂക്കളാണ് ആ ഗോപികള് അനുഭവിക്കാറുണ്ടായിരുന്നത്. അപ്പൊ കണ്ണനെ അതേപോലെ കൗതുകത്തോടുകൂടി വാത്സല്യച്ചിരുന്നതായിട്ടുള്ള ആ കണ്ണന്റെ കുങ്കുമപ്പൂപടിയൊന്നും തന്റെ മാറുകളിലേക്ക് ഇപ്പൊ വീഴുന്നില്ലതാ. വേടസ്ത്രീകൾക്ക് ആ വൃന്ദാവനത്തില് ഭഗവാൻ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ആ കാൽപാദങ്ങള് ഓരോരോ പുല്ലുകളിലും അതുപോലെ മണൽത്തരികളിലും എന്ന് വിടുമ്പോഴേക്കും ഈ വേടസ്ത്രീകൾ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ എന്താ കിടക്കുന്നത്? ചുവന്ന് തുടുത്തതായിട്ടുള്ള കിടക്കുന്ന മണ്ണാണോ, അല്ലെങ്കിൽ ചുവന്ന് കിടക്കുന്നതായിട്ടുള്ള പുല്ലാണോ എന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് ധാരാളം ഈ എന്താണ് കുങ്കുമപ്പൂക്കൾ, ഭഗവാന്റെ പാദങ്ങളിലുള്ള കുങ്കുമപ്പൂക്കളാണെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് നേരെ മാറോട് അങ്ങോട്ട് ചേർത്ത് വെക്കുന്നു. അവരിത് ആ മുഖത്ത് അണിയുന്നു. അത് ഇങ്ങനെയുള്ള അവരുടെ ഭാഗ്യം. ഹേ ഗോപികമാരെ, നമുക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ, നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. ഒരു വേട സ്ത്രീകൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ഭാഗ്യം
നമുക്ക് കിട്ടുന്നില്ലല്ലോ. ശ്രീ കുങ്കുമേന ദീതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുജ തൃണരൂഷിതേന തദ്ദർശന സ്മരരുജ തൃണരൂഷിതേന. ഇങ്ങനെ ആ പുൽക്കൊടികൾക്കും ആ മണൽത്തരികൾക്കും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം, ഹേ ഗോപികമാരെ, നമുക്കിനി എന്നാ ഇനി അത് സാധിക്കുക? എത്ര സന്തോഷമായിട്ടാണ് അവര് അതിൽ നിന്നും ആ ആ പുല്ലിൽ പറ്റി പിടിച്ചതായിട്ടുള്ള ആ ഒരു പൂമ്പൊടികളെ പോലെ ആ കുങ്കുമപ്പൂ, ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള കുങ്കുമപ്പൂ, ലിംബന്ത്യ ആനന കുചേഷു ജുഹുസ്തദാധിം, അവര് അവരുടെ മുഖങ്ങളിലും കുജങ്ങളിലും ഒക്കെ പുരട്ടിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ആ കാമാവേശം അവര് ശമിപ്പിക്കുന്നു. എത്ര കണ്ട് ധന്യകളാണ് അവര് എന്ന് ചോദിക്കുകയാണ് ഇവിടെ. ഇവിടെ ശ്രീധരീയത്തില് ശ്രീധരവാര്യർ ഒരു കാര്യം പറയുന്നുണ്ട്. ഭഗവാന്റെ തോന്നലുകളാണ് ഇത്, ഭഗവാന്റെ അല്ല, ഗോപികമാരുടെ. എന്താണ്? കണ്ണന്റെ പാദങ്ങളുടെ ആ ചുവന്ന തുടുപ്പ് കണ്ടു കഴിഞ്ഞാല്, ആ ചുവന്ന് തൊടുത്തതായിട്ടുള്ള പാദം എവിടെയാണോ ചെന്ന് സ്പർശിക്കുന്നത് അവിടെ ചുവന്ന് കിടക്കുന്നതായിട്ട് തോന്നുകയാണത്. അത് തന്റെ മനസ്സിൽ നിന്നത് വിട്ടുപോകുന്നില്ല അത്. അപ്പം ഈ പാദങ്ങൾ സ്പർശിച്ചിടത്തൊക്കെ ആ ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ ആ കുങ്കുമപ്പൂവ് അവിടെയൊക്കെ സ്പർശിച്ച് കിടപ്പുണ്ടെന്നുള്ള ഒരു തോന്നലില്ല. അതെല്ലാം അല്ലെ, നമുക്കും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ പറയാറില്ലേ, മഞ്ഞപ്പിത്തം വന്നാല് കാണുന്നതൊക്കെ മഞ്ഞയാണ് എന്ന് ഉറപ്പിക്കുകയാണ് അവിടെ. കയറിനെ കണ്ട് പാമ്പാണെന്ന് വിചാരിച്ചാൽ പാമ്പാണ്, യാതൊരു സംശയമില്ല. എത്ര വലുതായിട്ട് നമ്മൾ പേടിച്ച അസുഖം വരെ വരും അല്ലേ, തെറ്റിദ്ധരിച്ചു വെച്ച് കഴിഞ്ഞാല്. അപ്പം എന്ന് പറഞ്ഞാലേ, ഇത് പക്ഷെ നല്ല ധാരണയിലുള്ള തെറ്റിദ്ധാരണ നോക്കാം അല്ലെ, നല്ല ധാരണയിലുള്ള തെറ്റിദ്ധാരണ. ഭഗവാന്റെ പാദങ്ങള് സ്പർശിച്ചതായിട്ടുള്ള സ്ഥലത്ത്, ഭഗവാന്റെ സാമീപ്യം ഉള്ളിടത്ത് ഭഗവത് ചൈതന്യം അവിടെ വന്നിരിക്കുന്നു. അവർക്ക് പച്ചപ്പുല്ല് അവർക്ക് ചുവന്ന പുല്ലായിട്ട് കാണാൻ സാധിക്കുന്നു. അവർക്ക് ആ വൃന്ദാവനത്തിലെ മണ്ണ് ചമന്ന മണ്ണായിട്ട് കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ പാദങ്ങള് സ്പർശിച്ചത് കൊണ്ടാണ് അത് ചുമന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എത്ര കണ്ട് ഉദാത്തമായിട്ടുള്ള ഒരു ഭക്തിയാണ്, എത്ര കണ്ട് എന്താണ് സറണ്ടറിങ് ആണ്, എത്ര കണ്ട് ആത്മനിവേദനത്തോടു കൂടിയുള്ള ഒരു ഭക്തിയാണെന്ന് നോക്കൂ അല്ലെ. ഇപ്പൊ ഗോപികൾ വിചാരിച്ചിരിക്കുന്നത് ഈ വൃന്ദാവനത്തിലുള്ള മണ്ണുകളൊക്കെ എന്താണ് ഇത്ര ഒരു പ്രത്യേകത ചുവന്നിരിക്കുന്നത്? ഭൂമിയുടെ പ്രത്യേകത ആണെങ്കിൽ പോലും അവർ പറയുന്നത് അതല്ല. കണ്ണൻ ഓടി നടന്നതുകൊണ്ടാണ് അത് ചുവന്നതായതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആ മണ്ണെടുത്ത് ഞങ്ങളുടെ അലങ്കാരമാക്കും ഞങ്ങള് ഇല്ലേ. ഇന്നും നമ്മള് ആ കണ്ണന്റെ പാദസ്പർശം ഏറ്റതായിട്ടുള്ള ഗോപി കുറി തൊടുവാൻ വേണ്ടി നമ്മൾ എത്രയോ എല്ലാവരും തയ്യാറാവുന്നു. വ്രതമാണത്. വൃന്ദാവനത്തിലെ ഗോപി തൊടുക എന്നുള്ളത് ഒരാളുടെ ഉപദേശത്തോടു കൂടി തുടങ്ങുകയാണ്. അവിടെ ജപയജ്ഞം, നാമം ജപിക്കുക എന്നുള്ള ഒരു വ്രതത്തിലേക്ക് കിടക്കുന്നതിന് സമയത്താണ് ഗോപി തൊടുക, അതുപോലെ തന്നെ തുളസിമാല അണിയുക. ഇതൊക്കെ ഒരാളുടെ ഉപദേശത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് വൃന്ദാവനത്തിലൊക്കെ. എത്രയോ ഇന്ന് നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ആൾക്കാർ അവിടെ പോയി ആ ഒരു വ്രതത്തിന് വേണ്ടിയിട്ട് ആ ഉപദേശം സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട് നാമസ്മരണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ആ ഭഗവാന്റെ ആ പാദസ്പർശം കൊണ്ട് ഉണ്ടായതായിട്ടുള്ള മണ്ണാണ് എങ്കിൽ അവിടെ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ് നമ്മൾ അത് നമ്മളുടെ അലങ്കാരമാക്കി മാറ്റുന്നത്. എന്തായാലും ഇവിടെ ആ ഭഗവാൻ ഇതേവരെ ആ സ്ത്രീകളോടൊത്ത് ക്രീഡിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രായത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ സംശയങ്ങളൊക്കെ തീരും അല്ലെ. നമ്മൾ പറഞ്ഞത് ഒരു 5 വയസ്സുള്ള കുട്ടിയാണ് നമ്മളിങ്ങനെ എഴുത്ത് പൊക്കി അങ്ങോട്ട് തീർത്ത് നമ്മുടെ അല്ലെ ആ മാർത്തേക്ക് അങ്ങോട്ട് വെക്കാറില്ലേ? അത്രേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. അതാണ് അവര് ആ ഒരു അനുഭൂതിയാണ് അവർക്ക്. ഇന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഇന്ന് ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയോടുകൂടി ആ വേട സ്ത്രീകളെ നോക്കൂ, അവര് ആ ഭഗവാന്റെ പാദം സ്പർശം ചെയ്തതായിട്ടുള്ള മണ്ണെടുത്ത് അവര് പൂശുന്നത് കാണുമ്പോൾ അവരുടെ നെറ്റിത്തടങ്ങളിലും കുജങ്ങളിലും ഒക്കെ ആ കുങ്കുമങ്ങൾ അണിയുന്ന കാണുമ്പോൾ, ഹേ ഗോപികമാരെ, നമുക്ക് ഇങ്ങനെ ഒരു വേട സ്ത്രീകളായിട്ട് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വേണ്ട, ഞങ്ങൾക്കും ആ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതി, ഞങ്ങൾക്ക് ആ മണ്ണത്തരികളായിട്ട് ജനിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഭാവം അവർ പരസ്പരം അവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തായാലും ഇവരുടെ ഈ ഒരു വിഭ്രാന്തിയാണ്. ആ വിഭ്രാന്തിയാൽ അവിടെ നിന്ന് മണ്ണ് വാരി
എന്താ പുരട്ടുകയാണ്. ക്ഷേമം അല്ലെങ്കിൽ അത് ആ ഒരു സന്തോഷം വേട സ്ത്രീകളിൽ നിന്ന് പോലും അവരതിനെ സ്വീകരിക്കുന്നു എന്നർത്ഥം. ഇതാണ് ഗോപികമാരുടെ ഏറ്റവും വലിയൊരു മഹത്വങ്ങളെ നമുക്ക് കാണേണ്ടത്. ഒരു വേട സ്ത്രീകളിൽ നിന്നും, ഒരു ഓടക്കുഴലിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ കാൽത്തളകളിൽ നിന്നും വരെ പാഠങ്ങളെ പഠിച്ച് തന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നവരായിരുന്നു ഗോപികമാര്. വിദ്യാ വിനയ സമ്പന്നേ, എല്ലാവരെയും അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട്, എല്ലാവരിലുമുള്ള ആ യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഉള്ളിൽ താൻ ആഗ്രഹിച്ച് നടക്കുന്നതായിട്ടുള്ള ആ ഭക്തിയെ ഏത് സാഹചര്യങ്ങളിൽ നിന്നും, ഏത് വസ്തുക്കളിൽ നിന്നും അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മനോഭാവം, അതാണ് ഗോപികൾ എന്ന് പറയുന്നത്. ഗോപികൾക്ക് എല്ലാവരിലുമുള്ള ആ ഒരു ഈശ്വരഭാവത്തെ അവർക്ക് കാണാൻ സാധിക്കുന്നു. എന്തേ കാണാൻ സാധിക്കുന്നത്? അവരുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടും ശുദ്ധമാണ് അവർക്ക്. അപ്പൊ വേട സ്ത്രീകളെ കണ്ടാലും, ഓടക്കുഴല് കണ്ടാലും, ആ ഭഗവാന്റെ നൂപുരങ്ങൾ കണ്ടാലും അവരോടൊക്കെ സംസാരിക്കാൻ ധാരാളം ഗോപികമാർക്കുണ്ട്. കണ്ണനോട് ബന്ധപ്പെടാത്ത ഒരു വസ്തു ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ള ഒരു സത്യം അവർക്കറിയാം. ഭൂമി തന്നെ കണ്ണന്റെയാണ്. അപ്പൊ പിന്നെ കണ്ണനോട് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ അവർക്കൊരു ഭാഷയില്ല അവിടെ. സകലതും കൃഷ്ണോഹം എന്നുള്ളൊരു ഭക്തി. എന്തായാലും ഹന്തായ മദ്രിരബലാഹരിദാസവര്യോ യദ്രാമകൃഷ്ണ ചരണ സ്പർശ പ്രമോദ മാനം തനോതി സഹഗോഗണയോസ്തയോർയൽ പാനീയ സൂയവസകുന്ദരകുന്ദമൂലൈ ഹന്തായ മദ്രിരബല. ആ ഇനി ഗോവർദ്ധനത്തെ കുറിച്ച് പറയാണ്. ഗോവർദ്ധനത്തിന്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗോവർദ്ധനത്തിന്റെ ഭക്തിപൂർവമായിട്ടുള്ള സേവനങ്ങളിൽ അത്ഭുത പരതന്ത്രമായിട്ടുള്ള ചില ഗോപികൾ പറയുന്നു. എന്താ ചെയ്യുന്ന ഗോവർദ്ധനം? കണ്ണനും ഗോപന്മാരും കൃഷ്ണനും എല്ലാവരും കൂടി, അല്ലെ, രാമേട്ടനും എല്ലാവരും കൂടി ആ ഗോവർദ്ധനത്തിൽ വന്ന് പല വിധത്തിലുള്ള കുസൃതികൾ കാണിക്കുന്നു, അല്ലെങ്കിലോ പല വിധത്തിലുള്ള കളികൾ കളിക്കുന്നു. ആ സമയത്ത് അവർക്ക് താമസിക്കുവാൻ വേണ്ടി ഗുഹയുണ്ട് അതിനകത്ത്. പിന്നെയോ അവിടെ ആനന്ദത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് മന്ദമാരുതൻ ഇവരിലേക്ക് വന്ന് വീശുവാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വൃക്ഷങ്ങള് ഉയർന്നു നിൽക്കുന്നു. ഇവർക്ക് കിടക്കുവാൻ വേണ്ടി പുൽമത്തകൾ ഒരുക്കിയിരിക്കുന്നു ഗോവർദ്ധനം, അല്ലെ. അങ്ങനെ വിശ്രമിക്കുവാൻ വേണ്ടി ഇളം പുൽത്തകിടികള് അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇനി അതിനോട് ചേർന്ന് തന്നെ നീർച്ചാലുകള്, നിർമ്മലമായിട്ട് ഒഴുകുന്നതായിട്ടുള്ള നീർച്ചാലുകള് ഇവരുടെ ദാഹത്തിനെ തീർക്കുവാൻ വേണ്ടിയിട്ട്, വിശ്രമിക്കുവാൻ വേണ്ടി ഗുഹകള്, പിന്നെയോ കഴിക്കുവാൻ വേണ്ടി മാധുര്യമേറിയതായിട്ടുള്ള ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങളും പഴങ്ങളും ഒക്കെ ധാരാളം ആ ഗോവർദ്ധനം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ നോക്കൂ, ഹന്തായ മദ്രിരബല ഹരിദാസവര്യ, ഒരു ഹരിയുടെ ദാസൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഗോവർദ്ധനം ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഗോവർദ്ധനം ഉയർന്നു നിൽക്കുന്നത്? ഭഗവാനെ സേവിച്ചതിന്റെ മഹാത്മ്യങ്ങളെ കൊണ്ട് ഇന്നും ഗോവർദ്ധന പരിഭ്രമണം ചെയ്യുവാൻ വേണ്ടി എത്രയോ ഭക്തന്മാര് വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. യത് രാമകൃഷ്ണ ചരണ സ്പർശ പ്രമോദ, ആ രാമകൃഷ്ണന്മാരുടെ സ്പർശനമേറ്റതോടുകൂടി സന്തോഷിക്കുന്ന എന്താണ് ശ്രേയസായിട്ടുള്ള ആ ഗോവർദ്ധനം. മാനം തനോതി സഹ ഗോഗണയോസ്തയോർയൽ പാനീയ സൂയവസകന്ദരകുന്ദമൂലൈഹി. ഭഗവാന് ഒരുക്കി കൊടുക്കുന്ന സന്തോഷത്തോടുകൂടി ഒരുക്കി കൊടുക്കുന്ന ഗോവർദ്ധനത്തിനെ കാണൂ ഗോപികമാരെ. എത്രയോ ഭാഗ്യമാണ് ആ ഗോവർദ്ധനത്തിന്റെ ഒരു അവസ്ഥ. നമുക്ക് ആ കണ്ണന് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഗാ ഗോപകൈരനുഭനം നയതോരുദാര വേണുസ്വനൈ കലപദൈ തനുഭൃത്സു സഖ്യഃ അസ്പന്ദനം ഗതിമതാം പുലകസ്തരൂണാം നിർയോഗ പാശകൃത ലക്ഷണയോർ വിചിത്രം. അങ്ങനെ മനോഹരമായിക്കൊണ്ട് ഭഗവാൻ ആ വേണുഗാനം ചെയ്തുകൊണ്ടും ഗോപന്മാരോടുകൂടി പല രീതിയിലുള്ള ലീലകളാടി പൈക്കളെ മേയിച്ചുകൊണ്ട് വരുമ്പോൾ കുസൃതിത്തരമൊക്കെ കാണിക്കുന്ന പൈക്കളുണ്ടാവും, അല്ലെ. അപ്പം അവരെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കയറ് ഒക്കെ ധരിച്ചതായിട്ടുള്ള ഒരു പശുപാലകന്മാരെ പോലെ. വൃന്ദാവനത്തിലെ പശുക്കൾക്ക് കയറില്ല എന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞു. എന്നാൽ
ചില കുസൃതിത്തരം കാണിക്കുന്ന ചില പശുക്കളുണ്ട്. അവരെ കുടുക്കിടുന്നില്ല, പിന്നെയോ കുടുക്കിടാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണന്മാരുടെ കയ്യിൽ കരുതും. അപ്പൊ കണ്ടു കഴിഞ്ഞാല് ചമ്മട്ടിയും ഈ ഇതുമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പശുപാലകന്മാരാകുന്ന ഒരു മായാമാണവകോഹരി, അല്ലെ, മായാവേഷം ധരിച്ചുകൊണ്ട് അങ്ങനെ തോന്നിച്ചുകൊണ്ട് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരെ കണ്ട് അവിടെയുള്ള പക്ഷി മൃഗാദികളൊക്കെ നേരത്തെ പറഞ്ഞ അസ്പന്ദനം ഗതിമതാം പുലകസ്തരൂണാം നിർയോഗപാശകൃതലക്ഷണയോർ വിചിത്രം. അവസാനം പറയാണ് പക്ഷികളൊക്കെ എന്താ ചെയ്യുക സാധാരണ എപ്പോഴും? കീ 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 അല്ലേ, എപ്പോഴും അതിങ്ങനെ ചലിച്ചോണ്ടേയിരിക്കും. പക്ഷികള് ചിലക്കലാണ് പക്ഷികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി. അവരൊക്കെ മൗനികളാകുക. വൃക്ഷങ്ങളൊക്കെ വെറുതെ നിൽക്കുന്ന, മൗനിയായിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് രോമാഞ്ച പുളകമാകുന്നോടെ. അതാണ് അവിടെ ഈ ചരങ്ങൾ അചരങ്ങളാകുന്നു, അചരങ്ങൾ ചരങ്ങളാകുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിർയോഗ പാശകൃത ലക്ഷണയോർ വിചിത്രം. അപ്പം പക്ഷി മൃഗാദികള് ഒക്കെ നിശ്ചലരായിക്കൊണ്ട് ഭഗവാന്റെ രൂപത്തെ നോക്കി നിൽക്കുന്നതും, വൃക്ഷലതാദികളെ പുളകം കൊണ്ട് അല്ലെ ഇപ്രകാരമുള്ള ആ ഭഗവാനെ കണ്ടതോടുകൂടി അവര് അചരങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥ, അല്ലെ അചരങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥ. എന്തായാലും ഇങ്ങനെയുള്ള ഈ വൃന്ദാവന ലീലകളെ ഏവം വിധ ഭഗവതോ യാ വൃന്ദാവനചാരിണ വർണ്ണയന്ത്യോമിഥോ ഗോപ്യ ക്രീഡാസ്തന്മയതാം യയു. തന്മയതാം യയു, ക്രീഡാസ്തന്മയതാം യയു. ഇങ്ങനെ ആ ഭഗവാന്റെ വൃന്ദാവന ലീലകളെയൊക്കെ വർണ്ണിച്ചതായിട്ടുള്ള ഗോപികമാര് എല്ലാവരും അവരെന്ത് ചെയ്തു? ആ തന്മയത്വ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞ ആചാര്യമൊഴി തന്നെ ഏതാണ്? തൻ്റെ ഉള്ളിലുള്ള ആ കണ്ണനിലേക്ക് അവര് താൻ തന്നെ കണ്ണനാണ്. ഈ ചരാചരങ്ങളെ മുഴുവൻ നിങ്ങൾ കണ്ണനായിട്ട് അല്ലെ, വൃക്ഷങ്ങളെയും ഓടക്കുഴലിനെയും ആ മണൽത്തരികളെയും പുല്ലിനെയും ഒക്കെ കണ്ണനായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെങ്കിൽ എന്തേ ഞാൻ കണ്ണനല്ലാതെ മാറുന്നത്? ഇപ്പൊ ഞാൻ ഈ ഓടക്കുഴലിനെ കണ്ട് കണ്ണനായിട്ട് കാണുന്നതിനേക്കാൾ ഒക്കെ എത്രയോ എനിക്ക് എളുപ്പമായി എന്നെ കണ്ണനായിട്ട് കാണാൻ സാധിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞത്, വർണ്ണയന്ത്യോ മിഥോ ഗോപ്യ ക്രീഡാ തന്മയതാം യയോ. അവരാ തന്മയത്വത്തിലേക്ക് അവര് പ്രാപിച്ചു എന്ന് പറയുന്ന ആ ഒരു ശ്ലോകത്തോടു കൂടി നമ്മുടെ വേണുഗാനം അവിടെ തീരുന്നു. നമുക്ക് ചുരുക്കി ഒരു 13 സ്തുതിയാണ് ഇവര്. അക്ഷണ്വതാം എന്ന് തുടങ്ങുന്ന 13 സ്തുതികള് ഒന്ന് ചുരുക്കി ഒന്ന് ഓടിച്ചു പറയാണ്. ഇനി നീട്ടുന്നില്ല അവിടെ, എന്നാലും ഇത് വിടാൻ പറ്റുന്നില്ല. അത്ര കണ്ട് വേണുഗാനത്തിന്റെ ഒരു മഹാത്മ്യം അതാണ്. അക്ഷണ്വതാം ഫലമിതം. ആ ഒരു ശ്ലോകത്തിൽ എന്താ പറയുന്നത്? കണ്ണുകൾ എന്തിനു വേണ്ടാണ്? കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ കണ്ണാ, ഇല്ലേ? ഇന്ന് ഭക്തന്മാർ പാടാൻ കാരണം എന്തുകൊണ്ടാണ്? ഗോപികൾ പറഞ്ഞു കൊടുത്തു. കണ്ണെന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ കാത്, കണ്ണൻ രൂപം കാണാൻ വേണ്ടാണ്. കാതെന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ ആ വേണുഗാനം കേൾക്കുവാൻ വേണ്ടിയാണ്. പിന്നെയോ ഭഗവാന്റെ കടാക്ഷമോക്ഷം, അല്ലെ? വക്രം വ്രജേച്ച സ്വതയോർ അനുവേണു ജുഷ്ടും ഏർവാന്നി പീതമൻ രക്തകടാക്ഷമോക്ഷം. ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള വിഭ്രത് വേണും ആ ബർഹാപീഠം നടവരവബുക്കർണയോ കർണികാരം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഭഗവാനെ കാണാനല്ലേ കണ്ണ് വേണ്ടത്? ആ ഒരു ശ്ലോകത്തിൽ അത് പറഞ്ഞു. പിന്നെയോ ചൂതപ്രവാള ബരിഹസ്തവകോൽപലാബ്ജമാലാനുപൃക്ത പരിധാന വിചിത്ര വേഷവും, അല്ലെ? അവിടെ പിന്നെ പറഞ്ഞത് എന്താണ്? ഭഗവാന്റെ രൂപങ്ങള്, ഭഗവാൻ എല്ലാവരെയും അംഗീകരിക്കുന്നു, എല്ലാത്തിലും ഈശ്വരനാണെന്നുള്ള രീതിയിൽ അവിടെ മയിൽപീലി എടുത്തത് ചൂടുന്നു, പൂങ്കുലകൾ എടുത്ത് ചൂടുന്നു, കരിങ്കൂള പോലെ ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള വൈജയന്തിമാല, അവര് കോർത്തുണ്ടാക്കിയതായിട്ടുള്ള വൈജയന്തിമാല അവര് അണിയുന്നു, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അവര് അണിയുമ്പോഴേക്കും ഒരു നടനെ പോലെ ഭഗവാൻ, അല്ലെ? ആ ഗോപന്മാര് ഒക്കെ എല്ലാവരും കൂടെ വട്ടത്തിലിരിക്കുന്ന സമയത്ത് ആ നടുക്ക് ഇതുകൊണ്ട് വിശിഷ്ടനായിട്ടുള്ള ഒരു നടന്മാരെ പോലെ അവിടെ വികസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തതായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കുന്നു. അടുത്ത ശ്ലോകത്തിലോ ഗോപ്യക്കിമാചരദയം, അവിടെ
അല്ലെ, ഓടക്കുഴലിനോടൊരു ചെറിയൊരു കുശലം. ഓടക്കുഴലെ, നീ ആ ഭഗവാന്റെ ആ ചുണ്ടോട് ചേർത്തങ്ങോട്ട് ചെല്ലുമ്പോ അറിയാതെ ചെവിയിലൊന്ന് ഒന്ന് പറഞ്ഞേക്കണേ എന്റെ കാര്യം, രഹസ്യം. ആര് പറയാ? ഗോപികമാര് പറയാ, നീ ഒന്ന് പറയൂ, ഞങ്ങൾക്കും വേണ്ട ഈ ആധരസ്തുതിയൊക്കെ. അതിന് വേണ്ട ഒന്ന് ആ ഓടക്കുഴലിനോട് പറയുന്ന ഒരു ശുപാർശ. പിന്നെയോ വൃന്ദാവനം. എങ്ങനെയാണ് വൃന്ദാവനം ഭംഗിയായത്? ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ആ ഭൂമി മുഴുവൻ ഇന്ന് വൃന്ദാവനമായിക്കൊണ്ട് ശോഭിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അവിടെ നമസ്കരിക്കുന്നു. പിന്നെ അങ്ങനെ ഭഗവാന്റെ വേണു കേട്ടോണ്ട് തന്നെ മത്ത മയൂര നൃത്യം, അല്ലെ, ആ മയിലുകള് തന്റെ ഇണകൾ വരുന്നതിനനുസരിച്ചുകൊണ്ട് ഇവിടെ നൃത്തം ചെയ്യുന്നതിന് പകരം ഭഗവാനാണ് തന്റെ ഇണ എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഭഗവാന്റെ കടാക്ഷം ഭഗവാൻ അവിടുന്ന് സംബന്ധിച്ചു. പിന്നെ അടുത്തത് എന്താണ്? എത്ര ധന്യതയുള്ളവരാണ് അവിടുത്തെ മാൻകുട്ടികൾ എങ്ങനെയാണ് തന്റെ ഭർത്താക്കന്മാരെ നോക്കുന്നതിന് പോലെ, അല്ലെ, ആ ഭഗവാനെ നോക്കും. ഭഗവാനോ തിരിച്ച് ഭഗവാന്റെ ആ കടാക്ഷ വീക്ഷണങ്ങള്, ആ പ്രേമ രസരത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ നോട്ടം അവരെ ആനന്ദിപ്പിക്കുന്നു. തുള്ളിച്ചാടുന്നു ആ മാൻകുട്ടികള്. ആകർണ്യ വേണുരണിതം സഹകൃഷ്ണസാര പൂജാം ദുർവിരചിതാം പ്രണയാവലോകേ. ആ മന്മഥത്വം, ആ പ്രണയരശ്മികളെ മുഴുവൻ, അല്ലെ, തന്റെ കടാക്ഷ വീക്ഷണങ്ങളിലൂടെ മാൻപേടകളിലേക്ക് എയ്യുന്നതായിട്ടുള്ള, ആ മാൻപേടകൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? അവിടെ ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ദേവസ്ത്രീകളുടെ അവർക്ക് കൃഷ്ണനോടുള്ള ഒരു ആനന്ദം. പിന്നെ അതിനുശേഷം അല്ലെ, അവിടെ കൃഷ്ണനെ, പിന്നെന്താണ്? പശുക്കുട്ടികള്, പിന്നെ പശുക്കൾക്കാണെങ്കിൽ ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് കഴിഞ്ഞാൽ ചവച്ചരച്ച് ഇറക്കാൻ പറ്റാത്തതായിട്ടുള്ള പുല്ല് ചവച്ചറക്കാൻ പറ്റുന്നില്ല. പിന്നെ പശുക്കുട്ടികളാണെങ്കിലോ, അവര് ദാഹിച്ച അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഇടിച്ച് അല്ലെ, അകട്ടിൽ ഇടിച്ചിടിച്ച് പാല് കുടിക്കുന്ന സമയത്ത് ആ അകട്ടിൽ കൂടെ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ. മക്കൾ അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്തനം ചുരത്തിക്കൊണ്ട് പാല് കൊടുക്കുമ്പോൾ പാലൊഴുകിക്കൊണ്ടിരിക്കുന്നത് പോലും ഇവർ അറിയുന്നില്ല. പൈക്കുട്ടികള്, ആ പൈക്കുട്ടികൾക്ക് ഭഗവാന്റെ രൂപത്തെ കണ്ടുള്ള ഒരു സ്നേഹം. പിന്നെ 14ാമത്തെ ശ്ലോകത്തിൽ ഏതാ പറയുന്നത്? എത്രയോ മുനികൾ ഇവിടെ ഈ മരങ്ങളിലൊക്കെ ഇരിക്കുന്നു. പക്ഷികളെ, അവരൊക്കെ മുനികളായി മാറിയിരിക്കുന്നു. നിശ്ചലമായി അവർക്ക് ഒച്ചയില്ലാതെ, അല്ലെ, ആ കിലകിലാന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നത് ആ പക്ഷികൾ മുഴുവൻ ഭഗവാന്റെ ആ വേണുഗാനത്തെ കേട്ടതോടുകൂടി, കണ്ടതോടുകൂടി, ഭഗവാന്റെ രൂപത്തെ കണ്ടതോടുകൂടി അവരൊക്കെ മൗനികളായിട്ടുള്ള രംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെയോ അതിനുശേഷം പിന്നെ നദ്യസ്തദാതതുപധാര്യ, അത് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇത് നദി, ഒഴുകിക്കൊണ്ടിരുന്ന നദി ചുറ്റും വട്ടം കൂടി ഒഴുകി. ആ ഒഴുകിയ സമയത്ത് അവിടെ നല്ലൊരു കമലോപഹാരം, അല്ലെ, താമരപ്പൂക്കൾ വന്ന് ആ മൊട്ടുകൾ വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് അങ്ങോട്ട് നമസ്കരിക്കുന്നത് പോലെ, ഉപഹാരമായിട്ട് അവിടുന്ന് കൊടുത്തതുപോലെ അവിടുന്ന് നദികള്, യമുനാ നദി ഭഗവാനെ അവിടെ നമസ്കരിക്കുന്ന രംഗം. ദൃഷ്ടുവാതപേ വ്രജപശൂൻ രാമഗോപൈഹി, അല്ലെ, രാമകൃഷ്ണന്മാര് അവിടെ ആ വേണു ഊതിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു രംഗം. അങ്ങനെ പോകുന്ന സമയത്ത് മേഘത്തിന് തോന്നുകയാണ്, എന്തോ ഒരു വെയിലാണ്, ഈ വെയിലിന്റെ ചൂട് കൊണ്ട് കുട്ടികൾ തളരില്ലേ, രാമകൃഷ്ണന്മാര് തളരില്ലേ എന്നാണ് എങ്കിൽ തന്റെ ഉറ്റ ചങ്ങാതിയാണ് ആര്? മേഘം, അല്ലെ. തന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മേഘം അതിന് മറയായിക്കൊണ്ട്, ആദപത്രമായിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ പൂർണ്ണ പിന്നെ വേടസ്ത്രീകളുടെ കഥ പറയുന്നു അവിടെ, അല്ലെ. വേടസ്ത്രീകളായിട്ടുള്ളവർക്ക് കുജകുങ്കുമങ്ങളെ അവിടെ സ്വീകരിക്കുന്നത് പോലെ അത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ലോ എന്ന് ഗോപികമാര് പറയുന്നതായിട്ടുള്ള രംഗങ്ങളെ കാണാൻ സാധിക്കും. പിന്നീടാണ് ആ ഗോവർദ്ധനം ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയങ്ങളും തനിക്ക് സ്വന്തമാണെന്നുള്ളത് കാണിച്ചു തരികയാണ് അവിടെ, അല്ലേ. ഗോപികമാര് അത് ആരാ കാണിച്ചു തരുന്നത്? നമുക്ക് കാണിച്ചിരുന്ന ഗോപികമാരാരാണ്? കൃഷ്ണനാണ് ഗോപികമാര്. ആ ഭഗവാൻ ഗോപികമാരായിട്ട്, അല്ലെ, ഇന്ന് അവതരിച്ച് നമുക്ക് കാണിച്ചു തരികയാണ്. ഓരോ പ്രപഞ്ചത്തിലെ ഓരോന്നും അത് ഭഗവാന് വേണ്ടിയിട്ടാണ് വളരുന്നത്. ഗോപകൈരനുവനം നൈതോരുദാര വേണുസ്വനി കളപതേ സ്പന്ദനം ഗതിമതാം. അവിടെ ഒന്നും കൂടി പറയുന്നു, അല്ലെ. വൃക്ഷലതാദികളൊക്കെ ശബ്ദമുണ്ടാക്കി തുടങ്ങി, പക്ഷിലതാദികളൊക്കെ നിശ്ചലമായി തുടങ്ങി. ചരമചരമാകുന്നു, അചരം ചരങ്ങളാകുന്നു. ഇങ്ങനെ ആ ഭഗവാന്റെ വേണുഗാനത്തെ വർണ്ണിച്ച് എന്തായി?
ഈ കണ്ടതായിട്ടുള്ള ചരാചരങ്ങൾ മുഴുവൻ ഭഗവത്മയമാണ് എങ്കിൽ ഞങ്ങളും ഭഗവത്മയം, ഞങ്ങൾക്ക് ഉള്ളിലുള്ള ഈ ഭഗവത്മയം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിച്ചത്. ഇവരെവിടെയാ ഇതൊക്കെ കണ്ടത്? എന്തേ നമുക്ക് കാണാൻ സാധിക്കാത്തത്? നമുക്ക് അല്ലെ എന്താണ് കഞ്ഞാലി കണ്ടു കഴിഞ്ഞാൽ വെട്ടാനും തോന്നും, അല്ലെ? മാവ് കണ്ടു കഴിഞ്ഞാൽ വളർത്താനും തോന്നും. അങ്ങനെയാ. അതെന്തേ അങ്ങനെ നമുക്ക് തോന്നുന്നത്? മറ്റത് വിഷക്കായാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റത് മാധുര്യമുള്ള പഴമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വ്യത്യാസം നമുക്കുണ്ട്. ഗോപികമാർക്ക് അതില്ല. സകല ചരാചരങ്ങളും ഈശ്വരനാണെന്നുള്ളത് മനസ്സിലായതോടെ അത് എങ്ങനെ മനസ്സിലായി? അവരുടെ ഉള്ളിൽ മുഴുവൻ കൃഷ്ണമയം. ആ ഒരു ഭാവത്തിലേക്കൊക്കെ ഹേ ഗുരുവായൂരപ്പ, ഈ ഒരു യഥാർത്ഥ ജ്ഞാനം ആ ഗോപികളാകുന്ന അല്ലെ ഭക്തന്മാരില് നാരദ മഹർഷി ഭക്തി സൂത്രത്തിൽ എന്താ പറഞ്ഞേ? വ്രജഗോപികാനാം, അല്ലെ ഭക്തന്മാരിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആ ഗോപികളാണ്. ആ ഗോപികളെ ആണ് പിന്നീട് ആ ഇതിനു വേണ്ടിയിട്ട് അല്ലെ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം മനസ്സിലാക്കുവാൻ വേണ്ടി ഭഗവാൻ ഉദ്ധവനെ പറഞ്ഞവിടുന്ന് അങ്ങോട്ട് വിടുന്നത്. ഇങ്ങനെയുള്ള ആ വേണുഗാനം നമുക്ക് ഇന്ന് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. പിന്നീട് നാളെ തൊട്ട് ഇനി അടുത്ത ദിവസം, നാളെ എന്നുള്ളതല്ല, അടുത്ത ദിവസം മുതൽ നമുക്ക് കാർത്യായനി പൂജയോടുകൂടിയൊക്കെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആ വേണുഗാന പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.